ഞാൻ എൻ്റെ ആദ്യകാലത്തെ ഖുർആൻ വായനയുടെ അനുഭവവും എന്നെ അവിശ്വാസത്തിലേക്ക് നയിച്ച സംഭവങ്ങളും ഒക്കെ മുമ്പ് ചില വീഡിയോകളിൽ വിശദീകരിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഖുർആൻ വായിച്ചതും ഖുർആനിലെ വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും കണ്ട് അതിലുള്ള ഈമാൻ നഷ്ടപ്പെട്ട് സ്വതന്ത്ര ചിന്തകനായി മാറുകയും അതിനെ തുടർന്ന് ഈ ഖുർആനിലെ പല വിഷയങ്ങളെക്കുറിച്ചും എനിക്കുള്ള സംശയങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പുറത്ത്, പ്രത്യേകിച്ച് വീട്ടിനകത്ത് കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിച്ച് തുടങ്ങുകയും എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ വലിയ വേവലാതി ഉണ്ടാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ എന്നെ കർവാപ്പസി നടത്താൻ വേണ്ടി എൻ്റെ ബന്ധുക്കളായിട്ടുള്ള മതപണ്ഡിതന്മാരെല്ലാം വീട്ടിൽ വന്ന കാര്യവും അവരുമായി ഞാൻ എൻ്റെ സംശയങ്ങൾ പങ്കിട്ട കാര്യവുമൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ മതപണ്ഡിതന്മാരായ ബന്ധുക്കൾ വന്ന സമയത്ത് അവർ എൻ്റെ സംശയങ്ങൾ എന്താണ് എന്ന് ചോദിക്കുകയും വലിയ ആത്മവിശ്വാസത്തോടു കൂടി എൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ് എന്നെ ശരിപ്പെടുത്താം എന്ന് കരുതുകയും ചെയ്തുകൊണ്ടാണ് വന്നിരുന്നതെങ്കിലും ഞാൻ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത വളരെ ലളിതമായ ഒന്ന് രണ്ട് സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഖുർആനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും അവരുടെ മുമ്പിൽ സംശയമായിട്ട് ഉന്നയിക്കുകയുണ്ടായി. ആ സംശയങ്ങൾ കേട്ടതോടുകൂടി മറുപടി പറയാൻ വലിയ ആത്മവിശ്വാസത്തോടു കൂടി വന്ന മതപണ്ഡിതന്മാരൊക്കെ വാഴയുടെ ഇല ഒടിഞ്ഞു വീഴുന്നത് പോലെ ഒടിഞ്ഞു വീഴുന്ന ഒരു ദയനീയമായ കാഴ്ച എനിക്ക് ആ കാലത്ത് കാണേണ്ടി വന്നിട്ടുണ്ട്. ആ കാഴ്ചയ്ക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരും സാക്ഷികളാവേണ്ടി വന്നിട്ടുണ്ട്. ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ചില ആളുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും മറ്റു വീഡിയോകൾക്ക് താഴെയൊക്കെ കമൻറ്റുകളായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നു ഞാൻ അവരോട് ചോദിച്ച ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതൊന്ന് പറയാമോ എന്നാണ്. അത് ഞാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാനതൊന്നും കൂടെ പറയാം. അതിന് ഈ സമയത്ത് അത് പറയുന്നതിന് വേറെ ഒരു പ്രസക്തി കൂടെ ഉണ്ട്. നമ്മുടെ തനിമ ക്രിയേഷൻസ് പോലെയുള്ള നമ്മുടെ എതിർപക്ഷത്ത് നിന്നും സ്ഥിരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ മറുപടികളുമായിട്ടും അവരുടെ വാദങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയം കൂടി ആയതുകൊണ്ട് ഈ സമയത്ത് അത് കൂടുതൽ പ്രസക്തമാണ് എന്നതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. മതപണ്ഡിതന്മാരായ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മുജാഹിദിൻ്റെ വലിയ പണ്ഡിതൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പണ്ഡിതൻ, സുന്നികളുടെ സാധാരണ പണ്ഡിതൻ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവരെല്ലാവരും വന്നിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ ഈമാൻ തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി. ഞാൻ പ്രധാനമായിട്ട് ഇവരോടൊക്കെ ചോദിച്ചത് എൻ്റെ ഖുർആൻ വായനയിൽ ഞാൻ കണ്ട, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചു കളഞ്ഞ 3 കാറ്റഗറിയിൽപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഖുർആനിലുള്ള ലോജിക്കൽ ബ്ലണ്ടർ. ഒരുപാട് ലോജിക്കൽ ബ്ലണ്ടേഴ്സ് ഖുർആനിലുണ്ട്. മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത, പരസ്പര വിരുദ്ധമായിട്ടുള്ളതും തീരെ യുക്തിരഹിതമായിട്ടുള്ളതുമായ കുറേ കാര്യങ്ങൾ. 2, മോറൽ ബ്ലണ്ടേഴ്സ്. അതായത് നമ്മുടെ ഒരു സാമാന്യമായ ധാർമ്മിക ബോധവുമായിട്ട് പൊരുത്തപ്പെടാത്ത, തീർത്തും കാലഹരണപ്പെട്ടതും ജീർണിച്ചതുമായിട്ടുള്ള മൂല്യബോധം ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ധാർമ്മിക നിയമങ്ങൾ ഖുർആനിൽ കാണാൻ കഴിഞ്ഞു. ഇതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ടും മാനസികമായും തകർത്ത് കളഞ്ഞ എൻ്റെ വായനാനുഭവങ്ങളിലൊന്ന്. മറ്റൊന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്ലണ്ടേഴ്സാണ്. നമ്മൾ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച സാമാന്യ ശാസ്ത്രവിജ്ഞാനവുമായിട്ട് ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത ഒരുപാട് ബ്ലണ്ടറുകൾ ഖുർആനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോജിക്കൽ, മോറൽ ആൻഡ് സയൻറ്റിഫിക്, ഈ 3 കാറ്റഗറിയിലും പെട്ട വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഖുർആനിൽ ഞാൻ കണ്ടത്.
അതിൽ നിന്ന് ഓരോന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ വരുന്ന ആളുകളോട് സംശയമായിട്ട് ഉന്നയിച്ചിരുന്നത്. അത് വരുന്ന ആളുകളുടെ ആ ഒരു നിലവാരവും അവരുടെ പ്രായവും അവരോട് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു അന്നത്തെ ധാർമ്മിക ബോധമൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കും, ചിലത് മാറ്റിവെക്കും. അങ്ങനെയായിരുന്നു. എന്നെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വന്ന ഇവരോട് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ച ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ, അത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഖദർ ഖളാ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച് രേഖപ്പെടുത്തി നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഒരു കിതാബിൽ എഴുതി വെച്ച് നമ്മളെ സൃഷ്ടിക്കുകയും ആ രേഖ അനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പ്രസ്താവിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമ്മളെ കൊടും കുറ്റവാളിയായി മുദ്ര കുത്തിക്കൊണ്ട് നിത്യനരകത്തിൽ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ടോർച്ചറിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള സഫറിങ്ങിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യും എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്, അതിൻ്റെ നീതിശാസ്ത്രം എന്താണ് എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല എന്നായിരുന്നു ഞാൻ അവരോട് ഉന്നയിച്ച സംശയം. ഈ ഒരു സംശയം കേൾക്കുന്നതോടുകൂടി തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളെ നേരെയാക്കാൻ വന്ന ആളുകൾ പെട്ടെന്ന് മുഖം വാടിപ്പോകുന്നതും അവരുടെ കണ്ണും മൂക്കും ഒക്കെ ചുവക്കുന്നതും അവരുടെ തൊണ്ടകൾ ഇടറിപ്പോകുന്നതും ഒക്കെയാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർക്കറിയാം ഇതിന് യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളെ തൃപ്തിപ്പെടുത്താവുന്ന ഒരു മറുപടിയും ഇല്ല എന്ന്. ഒന്നുകിൽ ഇതിനെ നിഷേധിക്കണം, അങ്ങനെ ഒരു വിധിവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, ദൈവമൊന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല, നമുക്ക് നമ്മുടെ ഇച്ഛ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുക എന്ന ഒരു വാദം വിധിയെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കണം. അത് പക്ഷേ ഖുർആൻ്റെ മുമ്പിലോ ഹദീസിൻ്റെ മുമ്പിലോ മതപ്രമാണങ്ങളുടെ മുമ്പിലോ വില പോവില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും സഹീഹായ 40 ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസിലുമാണ് ഈ മലക്ക് വന്നിട്ട് ഗർഭാശയത്തിൽ വന്നിട്ട് 4-ാം മാസം എല്ലാം എഴുതി വെച്ച് പോകുന്നു, ആ എഴുത്തിൽ ഒരു മാറ്റവും പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും പറയുന്ന ഹദീസ്. ആ ഹദീസിനെ പുഷ്ടിപ്പെടുത്തുന്ന 100 കണക്കിന് ഖുർആൻ വാക്യങ്ങൾ. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി തന്നെ മനുഷ്യൻ്റെ ഇച്ഛ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇച്ഛ തന്നെയാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ വിധിവിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യന് ഫ്രീ വിൽ ഇല്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. എന്നാൽ ഫ്രീ വിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ പ്രവർത്തികൾക്കെല്ലാം ഉത്തരവാദി മനുഷ്യനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കുന്ന കാര്യവും ഇതേ ഖുർആനിൽ പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മനുഷ്യൻ്റെ യുക്തിയുടെ കലത്തിൽ വേവിക്കുക എന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. അത് എൻ്റെ യുക്തിയുടെ പരിമിതിയാണ് എന്നാണ് ഒരു വാദം. ആ വാദം ഒരിക്കലും നമ്മുടെ യുക്തിക്ക് മുമ്പിൽ വില പോകില്ല. നമ്മുടെ യുക്തിക്ക് അങ്ങനെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ നമ്മുടെ യുക്തിക്ക് പരിമിതി ഉണ്ടാക്കി തന്ന അതേ ദൈവം ആ പരിമിതിയുടെ പേരിൽ നമ്മളെ ശിക്ഷിക്കും എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം നമ്മൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കും എന്ന് പറയുന്നത് ക്രൂര വിനോദം. അവിടെ കാരുണ്യം എന്നുള്ള ആ ഒരു ഗുണം സമ്പൂർണമായി തകർന്നടിയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമാണ് പ്രധാനമായിട്ടും ഞാൻ ഉന്നയിച്ചത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള മറുവാദങ്ങൾ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പറയുമ്പോൾ ഉത്തരം മുട്ടിപ്പോവുകയും ഉത്തരം മുട്ടുന്നതോടുകൂടി ചിലരൊക്കെ നമ്മളോടുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ പേരിലും ആ രക്തബന്ധത്തിൻ്റെ പേരിലും സെൻറ്റി അടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് ബോധപൂർവമല്ല, ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ. ചിലർ കെട്ടിപ്പിടിച്ച് കരയും, ചിലർ കണ്ണുനിന്ന് വെള്ളം പൊട്ടിച്ചുകൊണ്ട് ദുആ ചെയ്യും, ചിലർ ഉമ്മാനും ബാപ്പാനെയൊക്കെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളെ മകനെ പിശാച് കൂടിയതാണ് എന്ന രീതിയിലുള്ള സെൻറ്റിയൊക്കെ അടിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി തന്നെ എല്ലാവരും സ്തബ്ധരാകുകയാണ്. കാരണം നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ മതത്തിൽ മറുപടിയില്ല എന്നും ഇത് കേവലം അന്ധമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് രക്ഷയുള്ളൂ എന്നുമുള്ള ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബോധ്യപ്പെടാത്ത ഒരു കാര്യം, തെറ്റാണെന്നും മണ്ടത്തരമാണെന്നും വൈരുദ്ധ്യമാണ് എന്നും കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ പിന്നെ അത് ശരിയാണെന്ന് വിശ്വസിക്കുക എനിക്ക് സാധ്യമായൊരു കാര്യമേ അല്ല.
എനിക്ക് സാധ്യമായ കാര്യമല്ല എന്നത് എൻ്റെ കുഴപ്പമല്ല. അതെൻ്റെ പരിമിതിയാണെങ്കിൽ ആ പരിമിതി എന്നെ സൃഷ്ടിച്ച ആളാണ് അതിന് ഉത്തരവാദി, ഞാനല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വെട്ടി വിഴുങ്ങാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഈ വൈരുദ്ധ്യമാണ് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളോട് പറഞ്ഞത്. ലോജിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട്, ചോദ്യമായിട്ട് ഞാൻ ഉന്നയിച്ചത് അതാണ്. രണ്ടാമത്തേത് മോറൽ. ഈ മോറലായിട്ടുള്ള പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അന്ന് ആർജിച്ച ഒരു വിദ്യാഭ്യാസം, ഞാൻ സമൂഹത്തിൽ നിന്ന് പൊതുവിൽ ആർജിച്ച ഒരു ധാർമ്മിക ബോധം, ഒരു നീതിബോധം, ഇതൊക്കെ ഒരു മുൻ അറിവായിട്ട്, ഒരു മുൻ അനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കെയാണ് ഞാൻ ഈ ഖുർആൻ വായിക്കുന്നത്. അങ്ങനെ വായിച്ചപ്പോൾ ഒരിക്കലും എൻ്റെ മൊറാലിറ്റിയുമായിട്ട്, എൻ്റെ സാമാന്യമായ ഒരു നീതിബോധവുമായിട്ടോ ധാർമ്മിക ബോധവുമായിട്ടോ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഖുർആനിൽ നിരവധി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട, ആർക്കും പെട്ടെന്ന് തന്നെ കേട്ടാൽ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിമത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ അടിമത്തത്തെക്കുറിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മളോട് തർക്കിക്കുന്ന സുഹൃത്തടക്കമുള്ള ആളുകൾ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളൊക്കെ സോപ്പ് കുമിള പോലെയാണ്. ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന സോപ്പ് കുമിളയാണ്. ആ ന്യായങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പില്ല. കാരണം അവർ അതുവരെ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ കഥകളും പൊളിയും അവർ ഈ പറയുന്ന ന്യായങ്ങൾ വരുന്നതോടുകൂടി. അടിമ സമ്പ്രദായത്തെ പച്ചയായിട്ട് ന്യായീകരിക്കുന്ന നിരവധി വാക്യങ്ങൾ ഖുർആനിൽ. അടിമ സമ്പ്രദായത്തെ ന്യായീകരിക്കുക മാത്രമല്ല, അടിമ സമ്പ്രദായം വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണെന്നും അത് ദൈവീകമായി സൃഷ്ടിച്ചിട്ടുള്ള വ്യവസ്ഥയാണെന്നും അത് ദൈവം തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത് എന്നും പറയുന്ന കാര്യങ്ങൾ, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെ ഉപമയാക്കിക്കൊണ്ട് ദൈവവിശ്വാസത്തിൻ്റെയും ദൈവാരാധനയുടെയും പ്രശ്നങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലണ്ടേഴ്സ് ഖുർആനിൽ കാണാം. അതിൻ്റെ കൂടെയാണ് അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണത്തെ വരെ പച്ചയായി ന്യായീകരിക്കുന്ന വാക്യങ്ങൾ. വലങ്കൈകൾക്കുടമപ്പെട്ട അടിമ സ്ത്രീകളെ ഭാര്യമാരെ എന്ന പോലെ തന്നെ ഈ ഉടമസ്ഥന് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാം, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ഇതിലൊന്നും ഒരു ആക്ഷേപവും ഇല്ല. അങ്ങനെ തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. ഇതിലൊന്നും യാതൊരു ആക്ഷേപവും ഇല്ല, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന മട്ടിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെയാണ് ഖുർആനിൽ അത് അത്രയും സ്വാഭാവികമായി വന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് നമുക്ക് അത്ര ചരിത്രബോധമൊന്നുമില്ല. നമ്മൾ ഈ അടിമത്വം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു തിന്മയായിരുന്നു എന്നും മനുഷ്യനോട് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തിന്മയാണ് എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തിന്മയെ ഒരു ദൈവം മൊറാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാശിക്ക് അയച്ചു കൊടുത്ത ഒരു പുസ്തകത്തിൽ പച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ന്യായീകരിക്കുക എന്നത് എൻ്റെ ഒരു ധാർമ്മിക ബോധവുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മതപണ്ഡിതന്മാരുടെ മുമ്പിൽ ഞാൻ വെച്ച രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഈ അടിമത്വവുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടില്ല, ചരിത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചരിത്രം കൂടെ വായിച്ചപ്പോഴാണ് പിന്നെ ഇസ്ലാമും അടിമത്വവും തമ്മിലുള്ള ബന്ധം ഇന്ന് ഇവർ ഈ വളവള വെക്കുന്നത് പോലെയൊന്നും അല്ല എന്നും, ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അടിത്തറ സ്ഥാപിച്ചത്, അതിൻ്റെ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത് അടിമ വ്യവസായത്തിലൂടെയാണ് എന്നും, യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കുന്ന അടിമകളെ വിറ്റിട്ടും കൈമാറ്റം ചെയ്തിട്ടുമാണ് ഇസ്ലാം എന്ന സാമ്രാജ്യം തന്നെ ലോകത്ത് സ്ഥാപിതമായത് എന്നും ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്കും ബോധ്യമാവും. ആ ചരിത്രമൊന്നും വായിച്ചിട്ടില്ലാത്ത കാലത്ത് നമ്മുടെ ഒരു പൊതു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യത്തിനും നമ്മുടെ ധാർമ്മികതയെയോ നമ്മുടെ യുക്തിബോധത്തെയോ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മറുപടിയും കിട്ടിയില്ല. മറുപടിയായി പറഞ്ഞ കാര്യങ്ങളൊന്നും തീരെ ലോജിക്കലായിട്ട് ഫിറ്റാവുന്ന കാര്യങ്ങളായിരുന്നില്ല. ലോജിക്കലായിട്ട് ഫിറ്റാവുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാം ദീനിനെക്കുറിച്ച് പറയുന്ന പൊതു ആശയങ്ങൾക്ക് തന്നെ വിരുദ്ധമായിരുന്നു. ഈ അടിമത്വത്തെക്കുറിച്ച് ന്യായീകരണമായി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇസ്ലാമിൻ്റെ ബേസിക് കോൺസെപ്റ്റുമായിട്ട്, ബേസിക് സിദ്ധാന്തങ്ങളുമായിട്ട് തന്നെ പൊരുത്തപ്പെടില്ല. കാരണം ഇസ്ലാമിൻ്റെ അവകാശവാദം അള്ളാഹു എന്ന് പറയുന്ന ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി 1,24,000 പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പല കാലത്തായി പല ദേശങ്ങളിലായി പല സമൂഹങ്ങളിലേക്ക് അയച്ചു. ആ അയച്ചത് ഓരോ കാലഘട്ടത്തിലും
അന്നത്തെ സാമൂഹിക അവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് നൽകേണ്ട സന്ദേശങ്ങൾ, അങ്ങനെ ഘട്ടം ഘട്ടമായി സന്ദേശങ്ങൾ അയച്ചയച്ച് പ്രവാചകന്മാർ അയച്ചയച്ച് അവസാനം എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ഇനി ഒരു പ്രവാചകനെ അയക്കേണ്ടതില്ലാത്ത വിധത്തിൽ പൂർത്തീകരിച്ച് അവസാനത്തെ കിതാബുമായിട്ട് മുഹമ്മദ് വന്നു, അന്ത്യപ്രവാചകനായി വന്നു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി അള്ളാഹുവിന് മനുഷ്യരോട് പ്രത്യേകിച്ച് വെളിപാടായിട്ടൊന്നും പറയാനുമില്ല. അവിടെ അവസാനിച്ചു, ക്ലോസ് ചെയ്തു, പുസ്തക പ്രസിദ്ധീകരണം നിർത്തി. അതോടുകൂടി ഖുർആനിൽ പറഞ്ഞ ധാർമ്മികത എന്തായി? ലോകാവസാനം വരേക്കുള്ള ധാർമ്മികതയായി. പിന്നെ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കഥ. ആ ബേസിക് കഥയ്ക്ക് വിരുദ്ധമാണ് അടിമത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും. എന്താ പറയുന്നത്? അടിമത്തം അങ്ങനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റാത്തത് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് ഘട്ടം ഘട്ടമായി അതില്ലാതാക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അള്ളാഹു പറഞ്ഞു പോയതാണ് ഇതൊക്കെ എന്ന് ഒരു ന്യായം. പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടമായി പറയേണ്ട ഒരു കാര്യം പോലും ഖുർആനിലെവിടെയും ഞാൻ കണ്ടിട്ടില്ല. അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമാണ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളാണ് ഒന്നാം ഘട്ടമായിട്ട് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. പക്ഷെ അത് ഇസ്ലാമിൻ്റെ സംഭാവനയല്ല, ജാഹിലിയ കാലത്ത് നിലവിലുള്ളൊരു ഏർപ്പാടാണ്. ഏതുപോലെ മൃഗങ്ങളെ ദാനം ചെയ്യുന്നത് പോലെ, മൃഗങ്ങളെ ബലിയറുക്കുന്നത് പോലെ, ഏതെങ്കിലുമൊക്കെ സമ്പത്ത് എടുത്തിട്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ഒരാളുടെ കൈവശമുള്ള ഒരടിമയെ അയാൾ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളത്. അത്രയേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മൃഗങ്ങളെ ബലിയറുക്കാൻ പറഞ്ഞതും മൃഗങ്ങളെ ദാനം ചെയ്യാൻ പറഞ്ഞതും മൃഗങ്ങളെ വളർത്തുക എന്ന ഏർപ്പാട് ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കാനാണ് എന്ന് പറയുന്നത് എത്രത്തോളം ബ്ലണ്ടറാണോ അത്രയും ബ്ലണ്ടറാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒന്നോ രണ്ടോ അടിമകളെ മോചിപ്പിക്കാൻ പറഞ്ഞു എന്നത്. അതല്ല വിഷയം, അതല്ല. അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അടിമത്തെ തെറ്റാണ് എന്നല്ല അർത്ഥം. അടിമ നിങ്ങളുടെ സമ്പത്താണ് എന്നാണ് അർത്ഥം. നിങ്ങൾ ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ദാനം ചെയ്യാനുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം എന്നാണ് അർത്ഥം. നിങ്ങളൊരു മൃഗത്തിനെ ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് എടുത്തിട്ട് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അടിമ നിങ്ങളുടെ സമ്പത്താണ്, ആ സമ്പത്ത് നിങ്ങൾ ദൈവമാർഗത്തിൽ ചെലവഴിക്കണം എന്നാണ് അർത്ഥം. അതിനപ്പുറത്തേക്ക് അടിമത്തം തെറ്റാണ് എന്നതിൻ്റെ ഒരു സൂചന പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അടിമത്തം തെറ്റാണ് മക്കളെ എന്ന് ഒരായത്തിറങ്ങിയിട്ട് ഒന്നാം ഘട്ടം ആരംഭിക്കുകയും അടിമത്തം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി അത് തടയാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അടിമത്തം ഇല്ലാതാക്കാൻ ഒന്നാം ഘട്ടം ഖുർആനിൽ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അടിമത്തം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ കാലഘട്ടത്തിൽ അടിമത്തം എങ്ങനെയാണ് വളരുന്നത്? അടിമത്തം എങ്ങനെയാണ് വികസിക്കുന്നത്? അവിടെ 2-3 തരത്തിലാണ് അടിമകൾ ഉണ്ടാകുന്നത്. ഒന്ന്, അടിമ ഫാമുകൾ ഉണ്ടായിരുന്നു. അടിമകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉടമകൾ കൈവശം വെച്ചിട്ട് അവരെ തമ്മിൽ ബ്രീഡ് ചെയ്യിച്ച് അവർക്കുണ്ടാകുന്ന കുട്ടികളെ കൂടി അടിമകളാക്കി അങ്ങനെ പശുക്കളെയും ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ പെരുകുന്നത് പോലെ ഈ അടിമകളായ മനുഷ്യരെ പെരുക്കി അവരെ വിറ്റ് കാശാക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്ന ഏർപ്പാടന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, പുതുതായി അടിമകളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്വതന്ത്രരായി നടന്നിരുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിമകളാക്കുക. കാരണം ഓരോ ഗോത്രത്തെയും പോയി ആക്രമിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ സിവിലിയൻസ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ പിടിച്ചെടുക്കുക, തടവുകാരായിട്ട് പിടിക്കുക. തടവുകാരായി പിടിക്കപ്പെട്ടവരെല്ലാം പിടിച്ചവരുടെ അടിമകളാണ് എന്നായിരുന്നു അന്നത്തെ സാമൂഹ്യ നിയമം. ആ നിയമം റദ്ദാക്കണ്ടേ? ഈ അടിമത്തം മോശമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ ഈ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് യുദ്ധത്തടവുകാരെ അടിമകളാക്കി വിൽക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക. അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ആയത്തിറക്കണ്ടേ? അത് ആയത്തിറക്കിയിട്ടില്ല. കാരണം അതൊക്കെ അന്ന് നിവൃത്തിയില്ലായിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം പിന്നെ എന്തിനാണ് ദൈവം ഈ പണിക്ക് മെനക്കെട്ടത്? മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ ഘട്ടം ഘട്ടമായി തിരുത്തി ഏറ്റവും അവസാനത്തെ എല്ലാ ധാർമ്മിക നിയമങ്ങളും പൂർത്തിയാക്കി ഒരു കിതാബ് കൊടുത്തയക്കുമ്പോൾ മനുഷ്യനോട് ചെയ്തു വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു തിന്മയെക്കുറിച്ച് അത് തിന്മയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനമിറക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ
ആ തിന്മ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് കാരണമായിട്ടുള്ള ഈ നിയമം, യുദ്ധത്തടവുകാരെ അടിമകളാക്കാം എന്ന ഈ ഒരു സാമൂഹ്യ നിയമം റദ്ദാക്കിക്കൊണ്ടൊരു വാചകം ഇതിനകത്ത് ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പുസ്തകം അടിമത്തം ഇല്ലാതാക്കാൻ വന്നു എന്നാണോ? അടിമത്തം തെറ്റാണ് എന്ന ബോധം ഈ പുസ്തകം എഴുതിയ ആൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവാണ് ഖുർആനിലുള്ള എല്ലാ വാചകങ്ങളും. അടിമകളെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വാചകങ്ങളും അടിമത്തത്തെക്കുറിച്ച് ദൈവത്തിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ഈ കിതാബ് ഇറക്കിയ ദൈവം അടിമത്തം മോശമാണ് എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതല്ലാതെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അടിമത്തം ഇല്ലാതാക്കാൻ പറഞ്ഞയച്ചതാണ് പ്രവാചകന്മാരെങ്കിൽ അത് ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ അവതരിപ്പിച്ച പ്രവാചക പരമ്പരയിൽ 1,24,000 പ്രവാചക പരമ്പരയിൽ അടിമ സമ്പ്രദായം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ അടിമ സമ്പ്രദായത്തിനെതിരായിട്ട് പോരാടിയ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു പ്രവാചകനെയെങ്കിലും ഈ പ്രവാചക ചരിത്രത്തിൽ നമ്മൾ കാണണമായിരുന്നു. അതില്ല. ബഹുദൈവാരാധനയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച പ്രവാചകന്മാരുടെ പരമ്പരയാണ് നമ്മളിതിൽ കാണുന്നത്. സ്വവർഗ രതിക്കെതിരായിട്ട് മാത്രം വന്ന പ്രവാചകന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല തിന്മകൾക്കും എതിരായിട്ട് ശബ്ദിച്ച പ്രവാചകന്മാരെ കാണുന്നുണ്ട്. പക്ഷെ അടിമത്തത്തിനെതിരായി ശബ്ദിച്ച ഒരു പ്രവാചകനെ പോലും എവിടെയും കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഈ അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം എന്ന അങ്ങേയറ്റത്തെ അധാർമിക പ്രവൃത്തിയെ വരെ ഈ പ്രവാചകന്മാർ തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്തിയതായിട്ടും അടിമത്തത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇവർ ജീവിച്ചതായിട്ടുമാണ് ചരിത്രം. അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ അബ്രഹാമിനും കുട്ടിയുണ്ടാവുന്നത് അടിമ സ്ത്രീയിലാണെന്ന് പറയുന്നുണ്ട്, വെപ്പാട്ടിയിലാണെന്ന് പറയുന്നുണ്ട്. സുലൈമാൻ നബിക്ക് 700 ഭാര്യമാർക്ക് പുറമെ 300 വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് നബി അവസാനം വന്ന നബിയാണല്ലോ, മാതൃക, എല്ലാത്തിനും മാതൃകയായിട്ടും ഇതെല്ലാം ക്ലോസ് ചെയ്യാനും വേണ്ടി വന്ന ആള്. അദ്ദേഹം സുഖസുന്ദരമായിട്ട് അടിമകളെ വെച്ചിരുന്നു, അടിമകളെ വിറ്റിരുന്നു, അടിമകളെ വാങ്ങിയിരുന്നു, അടിമ സ്ത്രീകളെ സമ്മാനമായി സ്വീകരിച്ച് ആ സമ്മാനത്തിൽ സന്താനം ജനിപ്പിക്കുക വരെ ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ട് അടിമത്തം ഒരു സാധാരണ സംഭവം എന്ന മട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ച ഈ 1,24,000 പ്രവാചകന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അടിമത്തം ഘട്ടഘട്ടമായി ഇല്ലാതാക്കാൻ ദൈവം ശ്രമിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? എന്തുകൊണ്ടാണ് ഈ പച്ചക്കള്ളം എന്ന് പറയേണ്ടി വരുന്നത്? അടിമത്തം മോശമാണ് എന്ന് ഇന്നത്തെ ധാർമ്മികത അനുസരിച്ച് വിശ്വാസി തിരിച്ചറിഞ്ഞു. അപ്പോൾ വിശ്വാസിക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥ വന്നു, ഒരു വെപ്രാളം. ആ നിൽക്കക്കള്ളിയില്ലായ്മയിൽ ഈ രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയുക എന്ന അവസാനത്തെ ഒരു തന്ത്രം എടുത്ത് പ്രയോഗിക്കുന്നു എന്നതിനപ്പുറം ഈ മതം അടിമത്തത്തിനെതിരായിരുന്നു എന്നതിൻ്റെ ഒരു സൂചന പോലും ഇതിനകത്തില്ല. അപ്പോൾ ഏത് ഘട്ടത്തിലാണോ ലോകത്ത് അടിമ സമ്പ്രദായം നിലവിൽ വന്നത് ആ സമയത്ത് തന്നെ ഒരു പ്രവാചകൻ അവിടെ കേൾക്കണ്ടേ? ഇത് പാടില്ല, ഇത് തെറ്റാണെന്ന് പറയാൻ അങ്ങനെ ഒരു പ്രവാചകൻ വന്നതിൻ്റെ ചരിത്രം ഇവിടെയുണ്ട്. അപ്പോൾ അടിമത്തം കുറേ മുമ്പേ ലോകത്തുള്ളതാണ്, മുഹമ്മദ് നബിയുടെ കാലത്തും അതുള്ളതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഈ കഥയെ മൊത്തം പൊട്ടിക്കുന്ന ഒരു സാധനമാണ്. സോപ്പ് കുമിള പോലെ നിങ്ങൾ ഈ പറഞ്ഞ മൊത്തം കഥ പൊട്ടിപ്പോകും. അതോട് പ്രവാചകന്മാർ ധാർമ്മികത പഠിപ്പിച്ചു, ഘട്ടം ഘട്ടം അവസാനത്തെ ഘട്ടം ക്ലോസ് ചെയ്തു, ഇനിയില്ല എന്നൊക്കെ പറയുന്ന ഈ കഥ മൊത്തം ഫ്ലോപ്പാവുകയാണ് അവിടെ. ഒന്നാം ഘട്ടം പോലും ഈ 1,24,000 പ്രവാചകന്മാർക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ 1,24,000 പ്രവാചകന്മാരിൽ പേരെടുത്ത പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അടിമത്തത്തിൻ്റെ ഗുണഭോക്താക്കളായി ജീവിച്ചു കാണിച്ചു എങ്കിൽ അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ എന്ത് യുക്തിയാണ് ഈ മതത്തിലുള്ളത്? അപ്പൊ അടിമത്തം തെറ്റാണെന്ന് ഇന്ന് മതത്തിന് പുറത്തു നിന്ന് നമ്മൾ ആർജിച്ച ഒരു മൂല്യബോധമാണ് നമ്മളോട് പറയുന്നത്. മതത്തിലൂടെ ധാർമ്മികത ആർജിച്ച ഒരാൾക്ക് അടിമത്തം തെറ്റാന്ന് പറയാൻ പറ്റില്ല. അതാണ് മാനിമൗലവിയൊക്കെ പച്ചായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അടിമത്തം തെറ്റാണെന്ന് പറയുന്നത് തന്നെ ശരിയല്ല, ഇസ്ലാം അനുവദിച്ചതാണ് ശരി, ഇസ്ലാം അനുവദിച്ചതൊക്കെ ശരിയാണ്, അള്ളാഹ് റസൂലും പറഞ്ഞതാണ് ശരിയുടെ മാനദണ്ഡം, അതുകൊണ്ട് അടിമത്തം തെറ്റാണേ പറയേണ്ട കാര്യമില്ല എന്നാണ് അമാനി മൗലവി അടക്കം എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സത്യസന്ധമായ നിലപാട്. അടിമത്തം തെറ്റാണെന്ന് ഒരു മുസ്ലിമിന് ഒരു ഇസ്ലാമിൻ്റെ കിതാബ് വെച്ചിട്ട്, ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന നിയമങ്ങൾ വെച്ചിട്ടോ
അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സങ്കല്പം വെച്ചിട്ടോ അടിമത്തം തെറ്റാണെന്ന് ഒരു മുസ്ലിമിന് പറയാനേ പറ്റില്ല. അടിമത്തം ശരിയാണ്, പ്രവാചകന്മാരുടെ ചര്യയിലുണ്ടായിട്ടുള്ളതാണ്, അത് തെറ്റാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിമത്തം എന്ന ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു വിശ്വാസിക്ക് ബബ്ബടിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. അതുതന്നെയാണ് എന്നെ കറുവാപ്പസി നടത്താൻ വന്ന ബന്ധുക്കളായ പണ്ഡിതന്മാരും എൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് ബബ്ബടിക്കുന്നതാണ് എൻ്റെ മാതാപിതാക്കളടക്കമുള്ളവർ കണ്ടത്. എനിക്കും അതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സംശയത്തിനും ഒരു മറുപടിയും കിട്ടിയില്ല. ഇപ്പം നമ്മുടെ തനിമ സുഹൃത്തിനെ പോലെയുള്ള ആളുകളൊക്കെ കടന്നിട്ട് ഇങ്ങനെ ഇതേ വിരകുന്നതാണ് കാണുന്നത്. ഇതിനൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്. മറുപടിക്ക് പിന്നെ മറുപടിയില്ല. ആദ്യം പറഞ്ഞതെന്ന് ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഇവർക്ക് യാതൊരു നിവൃത്തിയില്ല. അത് അവരുടെ ഗതികേടാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രശ്നം സയൻറ്റിഫിക് ബ്ലണ്ടറാണ്. ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള, നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഞാൻ എൻ്റെ സംവാദ വിഷയാവതരണത്തിലൊക്കെ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ജിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കോസ്മോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശരീരത്തിൻ്റെ അനാട്ടമി, നമ്മളെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അനാട്ടമിയെക്കുറിച്ച് പോലും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പക്ക ബ്ലണ്ടറാണ്. അതിൽ നിന്നൊരു ഉദാഹരണം, ഞാൻ അത് ചോദിക്കാൻ പറ്റുന്ന ആളുകളോട് ഞാൻ അതും ചോദിച്ചിട്ടുണ്ട്. പ്രായമായ ആൾക്കാരോട്, അമ്മാവനെ പോലുള്ള ആൾക്കാരോടൊന്നും ചോദിച്ചിട്ടില്ല ആ ഉദാഹരണം. കാരണം നമുക്ക് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട്. ഖുർആനിലെ മനുഷ്യൻ്റെ ബീജം പുറപ്പെടുന്നത് മുതുകിൽ നിന്നാണെന്ന് പറയുന്ന പ്രസ്താവന, മുതുകിൽ നിന്ന് തെറിച്ച് വീഴുന്ന വെള്ളത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഖുർആനിലെ പ്രസ്താവന, അതിനകത്ത് ഒന്നിൽ കൂടുതൽ ബ്ലണ്ടറുകളുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്ലണ്ടർ. ഒന്ന്, മുതുകിൽ നിന്ന് ശുക്ലം വരുന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. രണ്ട്, ശുക്ലം ആണ് കുട്ടിയായി മാറുന്നത് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അസംബന്ധമാണ്. ഒരു കുട്ടി ഉണ്ടാവുന്നത്, ജന്മമെടുക്കുന്നത് ഈ ശുക്ലത്തിലുള്ള ബില്യൺ കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജവും ആ ബീജത്തെക്കാൾ വളരെ വലിയ അമ്മയുടെ ഗർഭാശയത്തിലെത്തുന്ന ഒരു അണ്ഡവും, ഇത് രണ്ടും സംയോജിച്ചിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ജന്മം എടുക്കുന്നത്. ഇതൊന്ന് ശാസ്ത്രീയമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്നാൽ ഈ അമ്മയുടെ അണ്ഡത്തെക്കുറിച്ച് എവിടെയും ഒരു പരാമർശവും ഖുർആനിലോ ഹദീസിലോ എവിടെയില്ല. വ്യാഖ്യാനിച്ച് എത്ര ഉരുണ്ടാലും അണ്ഡം കിട്ടൂല. ബീജത്തെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. പറയുന്നത് മുഴുവൻ ഈ തുള്ളി 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 എന്നാണ്. അപ്പോൾ ഈ ശുക്ലം എന്ന് പറയുന്ന സാധനം തുള്ളിയായിട്ട് ഒഴുകി പോകുന്നത്, തെറിച്ചു വരുന്നതും മനുഷ്യർക്ക് അറിയുന്ന കാര്യമാണ്. അത് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാകുമ്പോഴാണ് ഗർഭം ധരിക്കുന്നത് എന്നതും അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ശുക്ലം എവിടെയോ പോയിട്ട് കട്ട പിടിച്ച് കുട്ടിയാവുകയാണ് എന്ന ഒരു തെറ്റായ സങ്കല്പം മാത്രമാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്തുള്ള ഒരു ശാസ്ത്രം അതിനകത്തില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ ബ്ലണ്ടറാണ് എന്ന് അറിയുന്ന കാര്യമാണ് മുതുകിൽ നിന്ന് ശുക്ലം വരുന്നു എന്നത്. ഇതിന് ഇസ്ലാമിസ്റ്റുകൾ വ്യാഖ്യാനിച്ച് കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവക്ക് നടന്നിരുന്ന, ശാസ്ത്രം പറഞ്ഞ് ദൈവക്ക് നടന്നിരുന്ന ആൾക്കാർ, എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ ഇതിനകം 4 or 5 വ്യാഖ്യാനങ്ങളാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള 4 or 5 വ്യാഖ്യാനങ്ങളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. എന്നിട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിൽ അവരെത്തിയിട്ടില്ല. അവസാനം ഖുർആനിൽ മുതുക് എന്ന് പറയാൻ ഉപയോഗിച്ച സുൽബ് എന്ന വാക്ക് എടുത്തിട്ട് സുൽബിൽ അരക്കെട്ട് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മാറ്റി അരക്കെട്ടാണ് സുൽബ് എന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഖുർആനിൽ പറയുന്നത് തെറ്റാണെന്ന് ബോധ്യമായാലും ഖുർആനിനനുസരിച്ച് കാല് ചെത്തുകയല്ലാതെ കാലിനനുസരിച്ച് ഈ ചെരുപ്പ് മാറ്റാൻ നമ്മൾ തയ്യാറല്ല എന്ന നിലപാട്. ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നവരോട് ഞാൻ ഇതും ചോദിച്ചിട്ടുണ്ട്. അതിനും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കി ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്ലണ്ടറുകളുണ്ട്, അതിൽ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബ്ലണ്ടർ ചൂണ്ടിക്കാണിച്ച്, മോറലായിട്ടുള്ള ഒരു ബ്ലണ്ടർ ചൂണ്ടിക്കാണിച്ച്, ലോജിക്കലായിട്ടുള്ള ഒരു ബ്ലണ്ടർ ചൂണ്ടിക്കാണിച്ച്, ഈ മൂന്നിനും എനിക്ക് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല.
അത്രയൊക്കെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തി വലിയ 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 സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ തൃപ്തികരമായി തോന്നുന്നു, നമ്മുടെ യുക്തിയെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മുടെ ശാസ്ത്രബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മുടെ ധാർമ്മിക ബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടിയും ഈ 3 വിഷയങ്ങൾക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ട് ഇതൊക്കെ ഈ ബ്ലണ്ടറൊക്കെ ഇതിനകത്ത് വന്നു. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് എഴുതപ്പെട്ട കാലത്തെ മനുഷ്യൻ്റെ അറിവ്, ഇത് എഴുതപ്പെട്ട കാലത്തെ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം, ഇത് എഴുതപ്പെട്ട കാലത്തെ മനുഷ്യൻ്റെ യുക്തിപരമായിട്ടുള്ള പരിമിതികൾ, ഈ 3ൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് നമുക്കിന്നറിയാം. കാരണം അന്നത്തെ കാലത്ത് ഈ ശുക്ലം പുറപ്പെടുന്നത് നട്ടെല്ലിൻ്റെ വാരിയലിൻ്റെയും ഒക്കെ ഇടയിൽ നിന്ന് ഉരുകി വലിച്ച് വരുന്നതാണ് എന്നുള്ളത് പൊതുവിൽ ലോകത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നതാണ്. ഈ ശുക്ലം കട്ട പിടിച്ചാണ് കുട്ടി ഉണ്ടാവുന്നത് എന്നതും അന്നത്തെ ഒരു പൊതുവിശ്വാസമാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ധാർമ്മിക വിഷയം അടിമത്ത സമ്പ്രദായം ഒരു തെറ്റാണെന്ന് അടിമത്തം കൊടികുത്തി വാന്നിരുന്ന ഒരു കാലത്ത് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഗോത്രങ്ങളെ വെട്ടിപ്പിടിക്കുമ്പോൾ അവിടെയുള്ള സിവിലിയൻസിനെ പിടിച്ച് അടിമകളാക്കി കച്ചവടം ചെയ്യുകയല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് അന്നത്തെ മനുഷ്യർ കരുതിയിരുന്നത്. പക്ഷെ ഇന്നത്തെ വാർ നിയമങ്ങളിൽ പോലും സിവിലിയൻസിനെ തടവുകാരാക്കാൻ പാടില്ല. സിവിലിയൻസിനെ തടവുകാരാക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ അധാർമിക പ്രവൃത്തിയാണ്. പട്ടാളക്കാരെ തന്നെ തടവുകാരാക്കിയാലും അവരെ അടിമകളാക്കാൻ പാടില്ല. അവരെ നിരായുധരാക്കിയതിന് ശേഷം അവർക്ക് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് അവരെ തടവിൽ വെക്കുകയും എന്നിട്ട് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവരെ പരസ്പരം 2 രാജ്യങ്ങളും പരസ്പരം കൈമാറുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ വാർ നിയമം പോലും. അപ്പോൾ ഇന്നത്തെ ഈ മനുഷ്യൻ്റെ ധാർമ്മിക ബോധമൊന്നും അന്നത്തെ ഗോത്ര മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ ഗോത്ര മനുഷ്യൻ എഴുതി വെച്ച ഇത്തരം മതകിതാബുകളിൽ അന്നത്തെ ധാർമ്മിക നിയമങ്ങൾ വന്നിട്ടുള്ളത്. അന്നത്തെ മനുഷ്യൻ്റെ വിവരക്കേടുകളാണ് ഇതിനകത്ത് ശാസ്ത്രവിരുദ്ധമായ ബ്ലണ്ടറുകളായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അന്നത്തെ മനുഷ്യൻ്റെ ലോജിക്കലായിട്ടുള്ള പരിമിതികൾ, ആ പരിമിതി എന്തുകൊണ്ടാണ് ഈ വിധിവിശ്വാസം പോലുള്ള സാധനം ഖുർആനിൽ വന്നത് എന്നതിൻ്റെ ചരിത്രം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ആ മക്ക ജീവിതകാലത്ത് അദ്ദേഹത്തിന് നേരിട്ട മാനസികമായ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾ തൻ്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞപ്പോൾ, അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു കുറുക്കൻ മുന്തിരിങ്ങ യുക്തി അവിടെ അവതരിപ്പിച്ചതാണ്. നിങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ അള്ളാഹ് തന്നെ പേപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലയിലെഴുത്ത് പറഞ്ഞ് അവിടുന്ന് കുറുക്കൻ മുന്തിരിക്കൊല കിട്ടാതെ ഓടിപ്പോകുന്നത് പോലെ അവിടുന്ന് ഓടിപ്പോകുമ്പോൾ മുഹമ്മദ് പറഞ്ഞ ഒരു മണ്ടത്തരമാണ് ഖുർആനിലെ വിധിവിശ്വാസം. ആ വിധിവിശ്വാസത്തെ പേറേണ്ടി വന്നു എന്നതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇന്നും ഈ ഒരു ഗതികേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സംശയങ്ങൾ തീർക്കാൻ വന്ന പണ്ഡിതന്മാർ ഒരു സംശയത്തിന് ഒരു തീർപ്പും പറയാതെ ഉത്തരം മുട്ടുന്നതും ബബ്ബെ അടിക്കുന്നതും കഷ്ടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ദുആ ചെയ്യുന്നതും ഇബ്ലീസിനെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ എനിക്ക് മാത്രമല്ല, എനിക്കതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത് എന്നെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിന് കാരണമായി. എന്നെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും എൻ്റെ ചോദ്യങ്ങളും എൻ്റെ ചിന്തകളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അവിശ്വാസിയാവുന്നത് എന്നും അവരെ ബോധ്യപ്പെടുത്താൻ അതുവഴി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനോ തല്ലിക്കൊല്ലാനോ കുറ്റപ്പെടുത്താനോ ഒന്നും എൻ്റെ വീട്ടുകാരധികം ശ്രമിച്ചിട്ടില്ല. പിന്നീട് എൻ്റെ വീട്ടുകാരും ഈ വന്ന ബന്ധുക്കളടക്കമുള്ളവർ അവസാനത്തെ ഒരു ഡിമാൻഡ് എന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ വെച്ചത്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, പള്ളി പോകുന്നില്ലെങ്കിൽ പള്ളി പോകണ്ട, നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കേണ്ട, പക്ഷേ ഇതൊന്നും പുറത്തിറങ്ങിയിട്ട് പറയാൻ പോകണ്ട എന്നാണ്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിലപാടെടുത്തത്. കാരണം അത് പുറത്തിറങ്ങി പറഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു ഉപദേശമാണ് പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഉപദേശം ഞാൻ ഭാഗികമായിട്ടൊക്കെ അന്ന് കുറച്ചു കാലമൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇത് പുറത്ത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ഈ സത്യം വിളിച്ച് പറയാതിരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കാത്തത് കൊണ്ട് ഞാനത് പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാനുഭവം. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്.